ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന മിക്ക ആളുകളും അത് വലിയ കമ്പനി ആയാലും ചെറിയ കമ്പനി ആയാലും ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇ-കൊമേഴ്സ് സംരംഭങ്ങളായാലും അവർ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അവർ കൂടുതലായി പെയ്ഡ് ആഡ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഒരു സ്റ്റോർ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം മുതൽ റിസൾട്ട് കിട്ടി തുടങ്ങണം. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ടും പെയ്ഡ് ആഡ്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നാൽ എസ്ഇഒയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ വെബ്സൈറ്റ് ബേസിക് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ പോലും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നെയിം വെച്ച് ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ബ്രാൻഡ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോർ റിസൾട്ടിലേക്ക് വരുന്ന രീതിയിൽ അവർ ഒപ്റ്റിമൈസ് ചെയ്യാൻ പോലും ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല പെയ്ഡ് ആഡ്സ് വഴി ആരെങ്കിലും കാറ്റഗറി പേജിലേക്കോ അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് പേജിലേക്കോ വന്നു കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് തന്നെ ചെക്കൗട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ അവർ പേജുകളിൽ വരുത്താറില്ല. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള എസ്ഇഒ ഒപ്റ്റിമൈസേഷൻ പോലും ചെയ്യാതെ നിരവധി ബ്രാൻഡുകൾ, അതായത് വലിയ ബ്രാൻഡുകളെ പോലും നമുക്ക് ഇ-കൊമേഴ്സ് രംഗത്ത് കാണാനായിട്ട് പറ്റും. നിങ്ങളൊരു ഇ-കൊമേഴ്സ് ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന ആ ദിവസം മുതൽ തന്നെ ഒരു എസ്ഇഒ പെർസ്പെക്റ്റീവിൽ ആ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ